On this holy and joyful festival of Christmas, we thank God for bringing us together in fellowship, hope, and thanksgiving. നന്മയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദിനമാണ് ക്രിസ്മസ്. അനുകമ്പയുടെ കാലാതീതമായ സന്ദേശം പരത്തുന്ന ദിനം. ക്രിസ്മസ് പക്ഷേ ഇന്ന് കത്തുന്ന ഒരു രാഷ്ട്രീയ വിഷയമായിരിക്കുന്നു. ഡൽഹിയിലെ കാത്തഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ നടന്ന ക്രിസ്മസ് പ്രഭാത ശുശ്രൂഷയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രീയം ന്യൂനപക്ഷത്തെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി. ക്രിസ്മസിന് കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളും സന്ദർശനം നടത്തുന്നവരാണ് കരോൾ സംഘത്തെ ആക്രമിക്കുന്നത് എന്ന് ആരോപിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി വിരൽ ചൂണ്ടുന്നത് സംഘ് പരിവാർ സംഘടനകൾക്ക് നേരെയാണ്. ആഘോഷങ്ങളെ കടന്നാക്രമിക്കുന്ന അവസ്ഥ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് മുഖ്യമന്ത്രി വിലപിക്കുമ്പോൾ ക്രിസ്മസ് രാവിൽ മറ്റൊരു സംഭവം നടന്നു. ആലപ്പുഴയിൽ കരോൾ സംഘത്തിന് നേരെ CPM DYFI ആക്രമണം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം നിന്നാൽ മാത്രം മതി ക്രിസ്മസ് സ്നേഹം എന്നാണോ? അതോ ഒരു കൈകൊണ്ട് തല്ലുകയും മറുകൈ കൊണ്ട് തലോടുകയും ചെയ്യുന്നതാണോ രാഷ്ട്രീയ അടവ് നയം? രാഷ്ട്രീയ പാർട്ടികളുടെ ക്രിസ്മസ് രാഷ്ട്രീയമെന്ത്? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യം ഒരു പ്രേക്ഷകൻ ചേരുന്നത് ബിനു ആണ്. ബിനു പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ബിനു, ക്രിസ്മസ് ഒക്കെ വളരെ വിപുലമായി ആഘോഷിച്ചോ? അത്യാവശ്യം ആഘോഷിച്ചു. ബിനുവിന്റെ പാലക്കാട് എവിടെയാ? സ്ഥലം എവിടെയാ? ചിറ്റൂർ. അവിടെ ഈ പാലക്കാട് നിന്നാണല്ലോ ഈ ക്രിസ്മസ് സംഘങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ എത്തുന്നു. പ്രഭാത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ അവിടെ നടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ഒരു സന്ദേശം എന്താണ് ബിനു? എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു അഭിനയം തന്നെയാണെന്ന് പറയാം. ആത്യന്തികമായി എന്തായാലും RSS രാഷ്ട്രീയം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. അതിപ്പോ എത്ര തന്നെ ആയാലും, എത്ര ആട്ടിൻതോലിട്ട ചെന്നായി പ്രധാനമന്ത്രി വന്നാലും ആത്യന്തികമായി അവരെന്തായാലും RSSകാർ ന്യൂനപക്ഷത്തിന് വിരുദ്ധമായിട്ടേ പ്രവർത്തിക്കുള്ളൂ. അവർക്കൊരു ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാനാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്നതോടുകൂടി അവർ കൂടുതൽ വീണ്ടും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിയും. കേരളത്തിൽ പ്രത്യേകിച്ചും അവർ ഇപ്പോ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കുന്നത്. അതവരുടെ അധികാര രാഷ്ട്രീയം മാത്രമാണ്. അത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ഫാദർ സാമുവലും ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ ഞാനിന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു. മെറി ക്രിസ്മസ് ഫാദർ. ഫാദർ വലിയ ആഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലും പൊതുവേദിക്കൊപ്പം ചേർന്ന് വന്നത് അങ്ങേയറ്റത്തെ ഒരു സന്തോഷം നൽകുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ഇന്ന് എന്താണ് ഡക്ക് റോസ്റ്റ് ഒക്കെ ആണോ? ഒന്നുമില്ല, സാധാരണ ചോറും കറിയും. അങ്ങനെ മതിയോ ഒരു ക്രിസ്മസ് ദിനത്തിൽ? അങ്ങനെ മതിയോ? ഇറച്ചിയുണ്ട്, പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, പിന്നെന്താ വേണ്ടേ? മതി അത് മതി. അപ്പൊ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്നോടൊരു പ്രേക്ഷകൻ പറയാണ് ഈ പ്രധാനമന്ത്രി ഇന്ന് അവിടെ പോയതൊക്കെ വെറും അഭിനയമാണ്. അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ ഫാദർ സാമുവൽ? അല്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഒന്നാമത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്റർനാഷണൽ ഫിഗറാണ്. നല്ലൊരു ഇമേജ് ഇന്റർനാഷണൽ ലെവലിലുണ്ട്. അത് നല്ലത് തന്നെ. രണ്ടാമത്തെ കാര്യം, റിഡീമർ ചർച്ചിൽ നിന്ന് ഡൽഹിയിൽ പോയത് അത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണ്, ക്രിസ്മസ് ആരാധനയില്. പക്ഷേ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും ഇന്ത്യയില് ഒരു സുരക്ഷിതത്വം ക്രിസ്ത്യാനികൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള സംഗതിയാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഭരണഘടനയിലുണ്ട്. അത് അങ്ങനെ ഒരു ഭരണഘടനയിൽ അങ്ങനെ അവകാശം ഉണ്ടായിരിക്കെ ആ സംരക്ഷണം ഞങ്ങളെപ്പോലുള്ളവർക്ക് നൽകാൻ തക്കവണ്ണം ബഹുമാന പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരം കഴിയുന്നില്ല എന്നത് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഇതിനെക്കുറിച്ച് വളരെ കാര്യക്ഷമമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
ഓക്കെ ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും. അപ്പോൾ കല്ലുമക്കായൊക്കെ കഴിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം എന്ന് ഞാൻ ഓക്കെ, മെറി ക്രിസ്മസ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇവിടെ മുഖ്യമന്ത്രി വിലപിക്കുകയാണ്. ക്രിസ്മസിന് നേരെ ആക്രമണം നടക്കുന്നു, ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. പക്ഷേ ഡിവൈഎഫ്ഐക്കാരും CPM-കാരും ഇന്ന് വേറൊരു സംഘത്തെ ആക്രമിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം ആയാൽ മാത്രം ക്രിസ്മസ് മതി എന്നാണോ അത് നൽകുന്ന സന്ദേശം? അതോ ഇത് അടികൂടുന്നതിനെയൊക്കെ പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ? പ്രാദേശികമായിട്ട് ചില വ്യക്തികളിൽ അധിഷ്ഠിതമാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ്. ഇതിനൊന്നും പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടി നയങ്ങളോ ആയിട്ട് കുലബന്ധം പോലും ഇല്ല. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇന്നലെ തന്നെ ബംഗ്ലാദേശിലോ മറ്റോ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അതിന്റെ പ്രതിഫലനമായിട്ട് നമ്മളുടെ പിന്നെ എംബസിയുടെ മുന്നിൽ ഇവിടുത്തെ ആൾക്കാർ ധർണ നടത്തുന്നതൊക്കെ സംഭവങ്ങളുണ്ടായി. ഇത് ഞാൻ മതത്തിന്റെ പേരിൽ, ഏത് മതത്തിന്റെ പേരിലായാലും ആക്രമണങ്ങൾ നമുക്ക് ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. രണ്ടാമത് എനിക്ക് കാതലായി മറ്റൊരു കാര്യം പറയാനുള്ളത്, രാഷ്ട്രീയത്തിലേക്ക് വരാം. നമ്മുടെ ചാനലുകളിലടക്കം മെനഞ്ഞ ഫ്ലാഷ് ന്യൂസ് കാണിച്ചത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്. നമ്മുടെ ചാനലുകളെല്ലാം ഇന്ത്യ വിഷനിലും അത് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന മെനഞ്ഞാന്നുണ്ടായിരുന്നു, താങ്കൾ ഓർക്കുമെന്ന് കരുതുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിച്ചാണ്. അതായത് RSSും BJPയും ഒന്നല്ല എന്ന് അദ്ദേഹം മെനഞ്ഞാന്ന് വ്യക്തമായി കഴിയും. ശരിയല്ലേ? ന്യൂസ് 8 അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല, മെനഞ്ഞാന്ന് പറയുന്നതാണ്. അപ്പം ഇത് രണ്ടിന്റെയും പ്രവർത്തനം ഒന്നല്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, BJPയുടെ അസ്തിത്വം എന്ന് പറയുന്നത് RSS ആണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനോഹരമായ ഈ ശരീരത്തിൽ അസ്ഥികളില്ലെങ്കിൽ വെറും മാംസപിണ്ഡമാണല്ലോ എന്ന് പറയുന്നത് പോലെ അതിന് രൂപമില്ല. ശരീരത്തിന് അസ്ഥിയില്ലെങ്കിൽ രൂപമില്ല എന്ന് പറയുന്നത് പോലെ RSSും BJPയും ഒന്നല്ല എന്ന് പറയുമ്പോൾ പോലും RSSന്റെ BJPയുടെ അസ്തിത്വമാണ് RSS. RSSന്റെ നയങ്ങൾക്കപ്പുറത്ത്, ഹിന്ദുത്വമായിട്ടുള്ള നയങ്ങൾക്കപ്പുറത്ത് എത്രത്തോളം അവർ നാടകം കളിച്ചാലും, പ്രധാനമന്ത്രി ഏത് പള്ളികളിൽ പോയാലും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുന്നില്ല. നമ്മൾ രാജ്യത്താകെ തന്നെ ജനങ്ങൾ ആശങ്കയുണ്ട്. നമ്മൾ കേരളത്തിൽ പോലും, നമ്മളൊക്കെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പണ്ട് പറയുമല്ലോ. എന്തെങ്കിലും ഒരു അന്യ സംസ്ഥാനങ്ങളിൽ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ പറയും, അതങ്ങ് തമിഴ്നാട്ടിലല്ലേ, അതങ്ങ് വടക്കേ ഇന്ത്യയിലല്ലേ, UPയിലല്ലേ. നമ്മളൊക്കെ സംസ്കാര സമ്പന്നരും മലയാളികൾ എന്ന് പറയുന്നിടത്ത് പോലും സമീപകാലത്തായിട്ട് ശബരിമല വിഷയം പോലുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി തീവ്രമായ മത രീതിയിലേക്ക്, അത് സ്ത്രീകളാണ് ഇപ്പൊ കൂടുതൽ, അതാണ് അപകടം. സ്ത്രീകളിലാണ് ഈ മതസ്പർദ്ധ കൂടുതൽ ഇപ്പോൾ വളർന്നു വരുന്നതായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ഒരു മതമൊക്കെ പറയുമ്പോൾ ഞാനത് മതം ഏതൊന്നും പറയുന്നില്ല, ഏത് മതമായാലും ആപത്താണ്. ആ സ്ത്രീകളുടെ ആവേശമാണ് പുരുഷന്മാരെക്കാളും ഇപ്പോൾ നമ്മൾ മീഡിയയിലൊക്കെ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെയാണ്. സ്ത്രീകൾ മുന്നോട്ട് വരണം, അത് തന്നെയാണ് നമ്മൾ കാരണം. ഈ ജെൻഡർ ഇക്വാലിറ്റി വേണം, സ്ത്രീകൾ മുന്നോട്ട് വരണം. അപ്പൊ ഇതൊക്കെ ഒരു മതത്തിലൂന്നിയ അല്ലെങ്കിൽ മതസ്പർദ്ധയോടെ കാണുന്ന ഒരു തരത്തിലേക്ക് അപകടകരമായി സ്ത്രീകൾ പോലും ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാര സമ്പന്നമായ കേരളം അപകടത്തിലോട്ട് പോകുന്നു എന്നൊരാശങ്ക എനിക്കുണ്ട്. ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ മനു ആണെന്നാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാനിന്ന് TV കണ്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ട താങ്കൾ മനസ്സിലാക്കണം, ഈ മൂന്ന് മതങ്ങളിലെയും ദൈവങ്ങൾ ഒന്നാണെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഈ അന്തരീക്ഷം. നമുക്കറിയാമല്ലോ, ക്രിസ്മസ് ഈ അന്തരീക്ഷത്തിൽ പ്രത്യേക തണുപ്പും ഈ അന്തരീക്ഷത്തിന്റെ ഒരു പരിമളമൊക്കെ താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എനിക്ക് പരിചയമുള്ള കുറെ മുസ്ലിം പള്ളികളുണ്ട്, അവിടെയൊക്കെ ആഴ്ചകളോളം പ്രഭാഷണം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഒരു പരിധിവരെ ഈ സീസണിൽ ഒരു വിശേഷമുണ്ട് അവരുടെ പള്ളികളിൽ. ക്രിസ്ത്യൻസിന്റെ പറയണ്ടല്ലോ, ക്രിസ്മസ് ആണ്. ഹിന്ദുക്കൾക്ക് മണ്ഡലകാലമാണ്. അപ്പോൾ ഈ മൂന്ന് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് നേരത്തെ പറഞ്ഞ കണക്ക് റിലീജിയൻ ഈക്വാലിറ്റി അന്തരീക്ഷം പോലും പറയുകയാണ് നമ്മോട്. മുസ്ലിം പള്ളികളിൽ പ്രഭാഷണ പരമ്പരകൾ നടക്കുന്നു, ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്നു, ഹിന്ദു അമ്പലങ്ങളിൽ നമ്മുടെ മണ്ഡലകാലം നടക്കുന്നു. അപ്പൊ പ്രകൃതി പോലും റിലീജിയൻ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്ത്രീകളടക്കമുള്ള കേരളത്തിലടക്കം പ്രബുദ്ധ മലയാളി പോലും ഇന്ന് മതപരമായി ചിന്തിക്കുന്ന അപകടത്തിലേക്ക് പോകുന്നു. ഭാവിയിൽ വലിയ ദൂരവ്യാപകമായ ഫലമുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം കിഷോർ ചേർന്നിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് കോന്നിയിൽ നിന്ന്. അപ്പോൾ ദിലീപ് കുമാർ എന്നോട് ചോദിക്കുകയാണ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മജിയുടെ പേര് പിഴുതെറിഞ്ഞ ആ സംഭവം രാഷ്ട്രപിതാവിനെ ഇത്രയും തമസ്കരിച്ചത് പൊതുവേദിക്ക് വിഷയമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപ് കുമാറിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം ആദ്യം ചർച്ച ചെയ്തത് പൊതുവേദിയാണ് എന്ന കാര്യം അഭിമാനത്തോടെ ദിലീപ് കുമാറിനെ ഞാൻ അറിയിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയത്തോടും തൊട്ടുകൂടായ്മയില്ല. ഇതിങ്ങനെ വരുത്തി തീർക്കാനൊരു ശ്രമമാണ് മാധ്യമങ്ങൾ. ഞാൻ അത് പറയുന്നില്ല, മാധ്യമങ്ങൾ ഇത് പറയുന്നില്ല, മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട്.
അല്ലാതെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നയത്തിൻ്റെ പേര് മാറ്റിയത് ദിലീപ് കുമാറിനെ പാർലമെൻറ്റിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്, വാർത്തകളിലൂടെയാണ്, എന്നിട്ട് അത് ചർച്ചയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പ്രചരണം, അവരെ ഒരു വിഷയം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, ഞങ്ങൾക്കെതിരെയുള്ളത് ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങളെ അനുകൂലിക്കുന്നത് ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു പ്രചരണം മാധ്യമങ്ങൾക്കിടയിലേക്ക് നടത്തുന്നത് ശരിയല്ല. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അത് ജി പദ്ധതിയാക്കി മാറ്റിയത് ഈ ദിലീപ് കുമാർ അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയല്ലേ? അതല്ലേ സത്യം? അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻകുട്ടി മെറി ക്രിസ്മസ്. കൃഷ്ണൻകുട്ടി വലിയ ആഘോഷത്തിലായിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ശശിധരൻ വയലാറിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നുണ്ട്. ശശിധരൻ വയലാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കേൾക്കാമോ? എനിക്കൊന്ന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ശരത്ത് കേൾക്കാം. ഓക്കെ, ക്രിസ്മസ് ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നോ? ക്രിസ്മസ് ആഘോഷം ഗംഭീരമായിരുന്നോ? എനിക്കൊരു ചെറിയൊരു ദൗർബല്യം ഉള്ളതെന്താന്ന് വെച്ചാൽ, എന്നെ ആരെങ്കിലും പ്രശംസിച്ചാൽ ഞാൻ അതിൽ വീണു പോകും. അത് അങ്ങേക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ. ഓക്കെ, മെറി ക്രിസ്മസ്. ന്യൂ ഇയറും കൂടെ ചേർത്ത് പറഞ്ഞേക്കാം. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇതിന്റെ ഞാനിന്ന് സുന്ദരനായി എന്നാണല്ലോ അങ്ങ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു സത്യത്തിൽ ഒരു അവകാശി നമ്മുടെ ഇവിടുത്തെ മേക്കപ്പ് മാൻ ജിത്തു ആണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പീതവസ്ത്രധാരിയായിട്ട് കണ്ടപ്പോഴാണ് ഒരു ഇമേജ് കൂടിയത്. അത് ശരി, അങ്ങനെയാണ് അല്ലേ? സാധാരണ ഞാനൊരു കോട്ട് ഇടുന്നതാണ്, അതറിയാല. ഞാൻ ചിലരോടൊക്കെ അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ശരി. ഞാൻ സാധാരണ ഈ വയറ് മറയ്ക്കാനാണ് കോട്ട് ഇടുന്നത്. എങ്ങനെ വന്നാലും മനു മിടുക്കാൻ തന്നെയാണ്. അങ്ങയുടെ ഈ പ്രശംസയാണ് സത്യത്തിൽ എന്റെ കരുത്ത് കേട്ടോ. വളരെ നന്ദി. അപ്പൊ ക്രിസ്മസിന് എന്താണ് പ്രധാനമായി ആഘോഷം എന്തായിരുന്നു ഇന്ന്? ഞങ്ങൾക്ക് വൈക്കത്ത് എന്റെ പേരക്കുട്ടി, ഞാൻ പറഞ്ഞില്ല, അവർ സോപാന സംഗീതത്തിന്റെ ആളാണ്. ഒരു വഴിപാടുണ്ടായിരുന്നു, അത് നടത്താൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഇന്ന് നടപ്പാക്കിയോ വഴിപാട്? അവിടെ സോപാന സംഗീതം അവതരിപ്പിച്ചോ വൈക്കത്ത്? അല്ലല്ല, ഇന്ന് പ്രാതൽ വഴിപാടുണ്ടായിരുന്നു അവിടെ. അത് ശരി. അത് ഒരുപാട് ആളുണ്ടായിരുന്നു. ക്രിസ്മസ് ഒഴിവ് ദിവസമായ കാരണം നല്ല ആളും ഉണ്ടായിരുന്നു. ശരി. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ്, ഇവിടെ വീട്ടിലെത്തിയപ്പോഴാണ് പൊതുവേദിയുടെ സമയമായി. അപ്പൊ പിന്നെ ഇതിൽ പങ്കുചേർന്നേക്കാന്ന് കരുതി. വളരെ സന്തോഷം. പിന്നെ ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കാം. അതായത് നമ്മളിപ്പോ പറയുമ്പോ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും നേതാക്കന്മാരുടെ വായിൽ നിന്ന് മാത്രമേ മതസൗഹാർദ്ദം വരുന്നുള്ളൂ. അണികൾക്ക് മതസൗഹാർദ്ദം ഇല്ലല്ലേ? അവരുടെ അണികളാണ് കുഴപ്പം മുഴുവനും ഉണ്ടാക്കുന്നത്. കാരണം BJP പറയുന്നതല്ല. ഇപ്പൊ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ ചിലപ്പോ അമിത്ഷാ പോവും. പക്ഷെ ഇതൊക്കെ പോയിട്ട് വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ നേടാനോ പോകുന്നതിന് പകരം അണികളെ നിയന്ത്രിക്കുക. അണികളോട് ശക്തമായിട്ട് നമ്മൾ മതേതര രാജ്യമാണ്, ഇവിടെ എല്ലാവരും ഒരേ സഹോദരന്മാരാണ്, എല്ലാ ആരാധനാലയങ്ങളും എല്ലാവരുടേതുമാണ്. ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ ഈ രാജ്യത്ത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. ശ്രീ ശശിധരൻ, അങ്ങയുടെ നാടിന്റെ അടുത്താണോ ഈ ചാരുമൂട്? അവിടെ ആലപ്പുഴയിൽ നിന്ന് വലിയ അക്രമം നടന്ന് 50ഓളം കുട്ടികൾക്കും. അയ്യോ, അല്ലല്ല, വയലാർ എന്ന് പറഞ്ഞാൽ ചേർത്തലയുടെ വടക്കു ഭാഗമാണ്. പുറത്താണല്ലേ? അങ്ങോട്ടല്ല, കുറച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയായി. ശരി. ഓക്കെ, ഇത് ഇങ്ങേറ്റമാണ്. എന്നാലും ഇത് കഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കരോള് വരുന്നു, എല്ലാ വീടുകളിലും വരുന്നു, വളരെ സൗഹൃദമായിട്ട് പോകുന്നു. ഇവിടെയും വന്നിരുന്നു. അപ്പൊ അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അതിനകത്ത് ജാതിയൊന്നുമില്ല, എല്ലാവരും ഈക്വലായിട്ട് കഴിയുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇറിഡിയം തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കേരളം ഒരു തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമാണ് കാവ്യ. അപ്പോൾ പലതരം തട്ടിപ്പുകളാണ്. ഈ തട്ടിപ്പുകളിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ എന്താ വഴി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ശരത്ത് എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശരത്ത്, നമസ്കാരം. ശരത്തിന് ക്രിസ്മസ് ദിനത്തിൽ കരോളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞോ? കേക്കൊക്കെ കിട്ടിയോ? എന്താ സംഭവിച്ചത്? ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ പരിപാടി ഇങ്ങനെ കണ്ട് ഇതൊക്കെ എന്താണെന്ന് ഞാൻ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ എങ്ങനെയാണ്? അവിടെ വീട്ടിലൊക്കെ ആഘോഷം തുടങ്ങിയ പാലക്കാടൊക്കെ? അവിടെ എൻ്റെ വീട്ടിൽ വലിയ ആഘോഷമൊക്കെ നടന്നെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഫോണിലൂടെ അത് അറിഞ്ഞുള്ളൂ. അങ്ങനെ പുതിയ വസ്ത്രങ്ങളും ക്രിസ്മസ് കേക്കും വസ്ത്രങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റും നക്ഷത്രം തൂക്കലും അങ്ങനെയൊന്നുമില്ല? ഉണ്ട്. അത് സ്വാഭാവികമായ സംഭവങ്ങളാണല്ലോ. അതിന്റെ ഒപ്പമാണല്ലോ പിന്നെ പാട്ടും ഡാൻസും മറ്റ് കലാപരിപാടികളും ഒക്കെ. ഈ ഓണം
റംസാൻ, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ജാതിയും മതമൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് എന്റെ ചോദ്യം. നമ്മൾ അങ്ങനെ ഒരു വലിയൊരു വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? കാരണം മനുഷ്യര് എന്ന് പറഞ്ഞാൽ മനുഷ്യര് തന്നെയാണ്. മനുഷ്യനാവുന്നത് ജാതിയും മതം. ഞാൻ ചോദിക്കുന്നത് ഇതിൽ രാഷ്ട്രീയം നോക്കുന്നുണ്ടോണെന്ന്. ഇപ്പൊ ആലപ്പുഴയിൽ 2 സംഘങ്ങളെ ഒരു 50ഓളം സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചത് ജാതി വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ക്രിസ്മസിൽ രാഷ്ട്രീയം കടത്താൻ നോക്കുകയാണ്. അതാണ് അത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ ഒരിക്കലും കാണിക്കുന്നത് ശരിയാണ്. ഞാനിപ്പോ ഇവിടെ ബാലരാമപുരം താമസിക്കുന്നതിന് തൊട്ട് മുമ്പ് നെടുമങ്ങാട് മുതുവിള എന്ന സ്ഥലത്താണ് മുമ്പ് താമസിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അന്ന് ചെയ്യുന്ന പറഞ്ഞാല് അവിടെ പോയി കുറച്ച് മണ്ണെല്ലാം എടുത്തുകൊണ്ടൊന്ന് കുഴച്ച് നമ്മൾ പുൽക്കൂടുണ്ടാക്കി യേശുവിന്റെ രൂപം എല്ലാം വെച്ച് ഒരു ക്രിസ്മസ് നക്ഷത്രം, അന്ന് കറണ്ടൊന്നുമില്ല, ബാറ്ററി ആഘോഷിക്കുന്ന രീതിയാണ് അല്ലേ? വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ജയകുമാർ എനിക്ക് ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട്. KC എന്നോട് പറയുന്നു ഈ കേരളം ഇനിയും ഭ്രാന്താലയമാണല്ലേ എന്ന് ചോദിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് മനു എന്ന് എന്നോട് ക്രിസ് പറയുന്നു. ക്രിസിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ക്രിസും ഈ പറഞ്ഞ പോലെ എന്നെ ഇടക്കിടക്ക് പ്രശംസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത് വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്, റഷീദ് കൊയിലാണ്ടി. ശ്രീ റഷീദ് കൊയിലാണ്ടി, കേൾക്കാമോ? ശ്രീ റഷീദ് കൊയിലാണ്ടി, നമ്മൾ ഈ ക്രിസ്മസിനെതിരെ പിന്നെ സംഘപരിവാർ ആക്രമണം എന്ന് മുഖ്യമന്ത്രി വിലപിക്കുകയാണ്. പക്ഷേ ഞാൻ ഇന്ന് നോക്കുമ്പം അവിടെ CPM ആക്രമണം, 2 ക്ലബ്ബുകളായി തരതിരിഞ്ഞ്. അപ്പോൾ ഈ ക്രിസ്മസിൽ ഇങ്ങനെ രാഷ്ട്രീയം കൊണ്ട് കലർത്തേണ്ട കാര്യമുണ്ടോ? CPMൻ്റെ നേതൃത്വത്തിലാണ് ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ആ ക്ലബ്ബിലെ പ്രധാനിയാണ് ഒരു DYFI നേതാവ്, മറ്റേ ക്ലബ്ബിനെ അടിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിനെ പറ്റി വലിയ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സഹവർത്തിത്വത്തിൻ്റെ ദിനം എന്നൊക്കെ മുഖ്യമന്ത്രി ഒരു വശത്ത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. പ്രധാനമന്ത്രി ഇത് നന്മയുടെ ദിനം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ട ദിനമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള ക്രിസ്തീയ സമൂഹം ക്രിസ്തുമസിന്റെ ആഘോഷ നിറവിലാണ്. എല്ലാവർക്കും, ശ്രോതാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എന്തൊക്കെയോ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ആഘോഷമായി മാറുന്നുണ്ടോ എന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെ, കേരളം നേരത്തെ ഒന്നും കേൾവി പോലും ഇല്ലാത്ത സംഗതികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി ക്രിസ്ത്യൻ സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥന നടത്തുന്നു. അതേ പ്രധാനമന്ത്രിയുടെ അനുയായികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിൽ ഒട്ടുക്കും അക്രമങ്ങൾ അയച്ചുവിടാം. എന്തിനേറെ പറയുന്നു, 5ഉം 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെ പോലും ആക്രമിക്കുക മാത്രമല്ല, അവരെ മാനസികമായ രീതിയിൽ പോലും വല്ലാതെ ദ്രോഹിക്കുന്ന രൂപത്തിൽ അവർ മദ്യം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഈ പറയുന്നത്? നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് നമ്മുടെ നാടിന് പറ്റിയത്? നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? ഞാൻ ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കവിതയാണ് എൻ്റെ മനസ്സിലോർമ്മയുള്ളത്. നൂറ്റാണ്ടുകളായി സംസ്കാരത്തിൽ ഊട്ടി വളർത്തിയ ഭാരതനാട്, മതങ്ങൾ അനവധി, ഭാഷകൾ അനവധി, നിറഞ്ഞു നിൽക്കും നാട്, കവിത തുളുമ്പും നാട് എന്നുള്ള ആ കവിത, ആ വരികളൊക്കെ ഇന്ന് നേരത്തെ അന്വർത്ഥമായിരുന്നെങ്കിൽ ഇന്ന് എന്താണ് അവസ്ഥ? ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നതെങ്കിൽ നമ്മുടെ രാഷ്ട്ര ശില്പികൾ എന്താ വിഭാവനം ചെയ്തോ ആ വിഭാവനത്തിൽ നമ്മൾ പിന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കണമെങ്കിൽ ഈ നിലയിൽ പോയാൽ ആവുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഒന്നിച്ചു നീങ്ങണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വിവിധ മതങ്ങളും ജാതികളും അതേപോലെ വിവിധ സംസ്കാരങ്ങളും വിവിധ ഭക്ഷണ രീതികളും വിവിധ വസ്ത്രധാരണങ്ങളും ഒക്കെ വെച്ചു പുലർത്തുന്ന ഒരു നാടിനെ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു രാജ്യം എന്ന് ഏത് നിലയിലേക്കാണ് നീങ്ങുന്നത്? ഇത് അപകടകരമാണ്. ഇതൊരിക്കലും നമുക്ക് വെച്ചു പുലർത്താൻ കഴിയില്ല. നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ രഘുനന്ദനൻ, കേൾക്കാമോ? കേൾക്കാം. അങ്ങ് കുറേ ആയല്ലോ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ചു. ഏതായാലും ഇന്ന് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്,
പക്ഷേ വിളിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് അല്ലേ? ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിച്ചാൽ കിട്ടാൻ വിളി പാട്, അതുകൊണ്ടാണ് കുറച്ച് നാൾ വിളിക്കാതിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ അക്രമങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ തലോടലിൻ്റെയും ഒക്കെ കഥ കേൾക്കുമ്പോൾ ശ്രീ രഘുനന്ദൻ എന്ത് തോന്നുന്നു? അതായത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഈ ആക്രമണവും മറ്റു രീതിയിൽ ഇവരുടെ ആഘോഷങ്ങളൊക്കെ കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അങ്ങനെ വലുതായിട്ട് പ്രശ്നം കാണുന്നില്ല. വടക്കൻ കേരളത്തിൽ പാലക്കാടും അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ വീടുകൾ കയറി ആക്രമിക്കുക, ഈ സംഘം ചേർന്ന് ഇതായിട്ട് വരുന്ന അവരെ പരസ്പരം 2 ക്ലബ്ബുകൾ നമ്മൾ ഏറ്റുമുട്ടുക, അത് പ്രത്യേകിച്ച് ഒരു വിഭാഗമൊന്നുമില്ല. ഇപ്പൊ വന്നിട്ട് CPM-ന്റെ ആൾക്കാരും ഇതിന്റെ ഇടപെട്ടതായിട്ട് വാർത്ത കണ്ടു. അപ്പൊ ഇത് ആര് ചെയ്താലും, കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ആര് ചെയ്താലും ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദം പുലർത്തുന്ന നമ്മുടെ നാട്ടില് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഏറ്റവും തെറ്റ് തന്നെയാണ്. ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അതാത് പാർട്ടിയുടെ ആൾക്കാർ തീർച്ചയായിട്ടും ഇത് തള്ളിപ്പറയും, അവരെ ഇതിൽ നിന്നും അംഗീകരിക്കരുത്, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ദിലീപ് എന്നെ വിടാൻ ലക്ഷ്യമില്ല കേട്ടോ. എല്ലാ വാർത്തകളും ഞാൻ മാധ്യമങ്ങൾ വഴി തന്നെയാണ് അറിയുന്നത്. പക്ഷേ രാഷ്ട്രപിതാവിനെ ഇത്രയും അവഹേളിച്ചത് പൊതുവേദി ചർച്ച ചെയ്തില്ല, ആരെയോ ഭയക്കുന്നു എന്നാണ് ദിലീപിൻ്റെ ആക്ഷേപം. അപ്പോൾ ആരെയും ഭയക്കുന്നില്ല എന്ന് ദിലീപിനെ അങ്ങേയറ്റം ബോധ്യപ്പെടുത്താൻ ദിലീപ് ഇട്ട ആ മെസ്സേജിന് റിപ്ലൈ ആയി ഞാൻ പൊതുവേദി ഈ മഹാത്മജിയുടെ പേര് വെട്ടിയ ആ സംഭവത്തിൽ ആ ദിവസം നടത്തിയ ചർച്ചയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദിലീപ് അതൊന്ന് നല്ലവണ്ണം കണ്ടിട്ട് ഈ തൻ്റെ ആ തെറ്റായ ആരോപണം പിൻവലിക്കുകയും അങ്ങനെ പൊതുവേദിക്ക് ആരെയും ഭയമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ KC എന്നോട് പറയുന്നു വായിച്ചു തെറ്റുമ്പോൾ അർത്ഥം അനർത്ഥമാകും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാനെന്തോ വായിച്ചു തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും താങ്കൾ പറഞ്ഞത് കറക്റ്റ്, മതത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു എന്ന് എന്നോട് സുരേഷ് ബാബുവും പറയുന്നുണ്ട്. അപ്പോൾ രാജൻ തൃശ്ശൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂർ ആട്ടാട്ട് നിന്നാണ്. ശ്രീ രാജൻ, അവിടെ തൃശ്ശൂർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു നാടാണല്ലേ? വലിയ ആഘോഷങ്ങളും വലിയ ഇതുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ശ്രീ രാജൻ അവിടെ വീട്ടിനടുത്തൊക്കെ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്തോ? എന്താ സംഭവിച്ചത്? ഇതിലിപ്പോ നമ്മൾ ജാതിപരമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഞാൻ ഹിന്ദു ആണെങ്കിലും എനിക്കൊരു ജാതി ഒരു മതമൊന്നും സെപ്പറേറ്റ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഈ രാഷ്ട്രീയമുണ്ടോ ശ്രീ രാജൻ? എന്നെ ഇപ്പൊ അത്ഭുതപ്പെടുത്തുന്ന രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഈ ഞങ്ങളുടെ ക്രിസ്മസ് പാർട്ടി, ഞങ്ങളുടെ കരോൾ അങ്ങനെയുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? അങ്ങനെയില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ചില വ്യക്തികൾക്ക് അത് ഉണ്ടാകാം. പക്ഷെ എന്താണ് പിന്നെ ഈ ആലപ്പുഴയിൽ ഇങ്ങനെ ക്രിസ്മസ് സംഘത്തിന് നേരെ ഇത് വലിയ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം DYFIയുടെ ക്രിസ്മസ് പാർട്ടി, മറ്റേത് വേറൊരു വിഭാഗം, എന്നിട്ട് അവരെ അടിക്കുകയാണ്. ഇതിനെ എന്താണ് എങ്ങനെയാണ്? അത് താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം അതിന് ശരിയായിട്ടുള്ള ഒരു ആത്മപരിശോധന നടത്തണം. അത് രണ്ട് ക്ലബ്ബാണ്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയത്തെ വെച്ച് കണക്കൂട്ടരുത്. വേണ്ട എന്നല്ല, അതിന്റെ നിലപാട് അത് പരിശോധിച്ച് അതിന് DYFIക്കാരന് ശക്തമായ നടപടി എടുക്കണം. DYFIക്കാർ ആക്രമിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കരുത്, BJPക്കാർ ആക്രമിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കണമെന്നാണ്? ഇല്ല, ഞാനത് സ്റ്റാർട്ടിങ് പറഞ്ഞത് വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിൽ രാഷ്ട്രീയം നോക്കണ്ടെന്നല്ല പറഞ്ഞത്. അത് 2 ക്ലബ്ബാണ് അല്ലേന്ന് ശരിക്കും. 2 ക്ലബ്ബിൽ ഒരു ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്നത് DYFIക്കാരാണ്. അപ്പോൾ അവരല്ലേ ഏറ്റവും ഈ ക്രിസ്മസിന്റെ സന്ദേശം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വലിയ വായിൽ പറയുകയല്ലേ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, ത്യാഗത്തിന്റെ, സമുന്നതയുടെ ഒക്കെ ദിനമാണെന്ന് പറയുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട DYFI CPM പ്രവർത്തകർ ഇങ്ങനെ മറ്റാളുകളെ, സ്ത്രീകളെ, കുട്ടികളെ ഒക്കെ അടിക്കാൻ പോകാൻ പാടുണ്ടോ? അല്ല, ഞാൻ അത് പറഞ്ഞല്ലോ, അതിൽ നല്ല ആത്മപരിശോധന നടത്തി ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഈ സംഘ് പരിവാറിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിക്കാൻ ഈ സംഭവം വഴിവെച്ചില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പറയാൻ പറ്റുക. സംഘപരിവാർ നിങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളും അടിക്കും എന്നതല്ലേ അതിന്റെ ദൃശ്യം നമ്മളെ വ്യക്തമാക്കുന്നത്. അല്ലാതെ ഈ സ്ത്രീകളും കുട്ടികളും എന്ത് തെറ്റ് ചെയ്തു? അല്ല, സ്ത്രീകളും കുട്ടികളല്ലല്ലോ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ വെറുതെ കാണാതെ. പ്രശ്നം തുടങ്ങിയത് ആരാണെങ്കിലും ഈ കുട്ടികളെ സ്ത്രീകളെ അടിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഒരു തിക്കും തിരക്കാവുമ്പോ അവിടെ എന്ത് സംഭവം? ഇപ്പൊ ചുരുക്കം തന്നെ കഴിഞ്ഞ ഇതാണ് BJPക്കാർ അടിക്കുമ്പോൾ തിക്കും തിരക്കല്ല, അത് ഇതാണ് അവർ പറയുന്നത് അത് മദ്യപിച്ചു വന്നതാണെന്നാണ്. ഏത് ഈ ചെറിയ കുട്ടികളെ? നിങ്ങൾ പറയുന്നത് ഇത് വേറൊരു കാര്യത്തിലാണ്. അപ്പൊ ഇതിൽ അനാവശ്യമായ രാഷ്ട്രീയ കലർത്തുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇത് ചിത്രം വ്യക്തമാക്കുന്നത്. ഇത് എന്നിട്ട് വലിയ മത ഏകതയുടെ കഥ ഇങ്ങനെ പറയുകയാണ് CPMകാർ.
അല്ല, പാലക്കാട് വിഷയത്തിലാണോ ഈ മതം കലർത്തി എന്ന് പറഞ്ഞാൽ? അല്ല, എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. പാലക്കാട് വിഷയത്തിൽ അവിടെ ബി ജെ പിക്കാർ ന്യായീകരിക്കുന്നത് എന്താണെന്നറിയാമോ? കുട്ടികൾ, ആ ചെറിയ കുഞ്ഞുങ്ങൾ മദ്യപിച്ചു വന്നെന്ന്. ഇങ്ങനെ ഓരോ തരം ന്യായീകരണം. നിങ്ങളിപ്പോൾ വേറൊരു തരം, കുട്ടികളെ അടിച്ചിട്ട് അത് വേറൊരു ന്യായീകരണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ കുട്ടികളോ മുതിർന്നവരോ എന്ന് വ്യക്തമായിട്ട് ഒന്നും മാറ്റി നിർത്തണ്ടെന്നേ. ഇതിൽ ആര് തെറ്റായ നടപടി ചെയ്തു അല്ലെ തെറ്റായ കാര്യങ്ങൾ ചെയ്തു അതിന് ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പിണറായി ഭരിക്കുന്ന ഗവൺമെന്റ് സംസ്ഥാനമാണെങ്കിൽ അവിടെ, അല്ല BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അവിടെ. എന്തായാലും മറ്റുള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം ഒരുപടി മുന്നിൽ തന്നെയാണെന്നേ. എല്ലാതും കൊണ്ടും എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും കൊണ്ട്. അത് നിങ്ങൾ ചാനലുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ CPM-നെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ചാനലുകാർ ചെയ്യുന്നത്. ഞാൻ തള്ളി പറഞ്ഞു. നിങ്ങൾ പിന്നെ കുട്ടികളെയും ചെറിയ സ്ത്രീകളെയും ഒക്കെ അടിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളെ പൊക്കി പറയണോ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ തള്ളിയത്. ഞാൻ ഇത് പറയുന്നത് എനിക്ക് CPM-ഓ BJP-യോ കോൺഗ്രസോ ഒന്നുമില്ല. ഞാൻ ഈ സ്ത്രീകളെയും കുട്ടികളെ അടിക്കുന്നവരെ ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയത്തിന്റെ ആളായാലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ അതിനൊന്നും പിന്താങ്ങില്ല. അല്ല, ഞാനിതിന് ന്യായീകരിച്ചതല്ല, ഞാൻ ഇതിന്റെ തുടക്കം പറഞ്ഞല്ലോ. എനിക്കറിയാം അങ്ങനെ ന്യായീകരിക്കാൻ അങ്ങ് വരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ സംഭവം ആളുകളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയെന്നേ ഉള്ളൂ. കാരണം ഞാനൊരു കാര്യമുണ്ട്, ഞാനൊരു പൊതുപ്രവർത്തന, രാഷ്ട്രീയത്തിലുപരി ഒരു പൊതുപ്രവർത്തന. അതെനിക്ക് മനസ്സിലായി, അതറിയാം. അത്യാഹിത പ്രശ്നങ്ങളിൽ കൂടി ചെന്ന് എന്നെ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എന്ത് കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഇടപെട്ട് ഞാൻ 1, 2, 3 രാജനെതിരെ എനിക്ക് വ്യക്തിപരമായ ഒരു ആരോപണമില്ല. അങ്ങ് പൊതുവേദിയുടെ പ്രേക്ഷകനാണ്, പൊതുകാര്യ പ്രസക്തനാണ്. അതിലൊന്നും എനിക്കൊരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഇല്ല. തെറ്റ് തന്നെയാണ്, തിരുത്തി പോകണം. അത് ഏത് രാഷ്ട്രീയമായാലും. ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഇവിടെ മുന്നിൽ നിൽക്കുന്നത് BJP വർഗീയ ശക്തികളാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അതെന്തായാലും തിരുത്തി പോകണം. BJP-കാരായാലും CPM-കാരായാലും DYFI-കാരായാലും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പ്രദീപ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന്. എനിക്ക് തോന്നുന്നത് ഇത് ന്യൂയോർക്കിലെ പ്രദീപാണോ? പ്രദീപ്, നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദീപ് തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു പ്രദീപ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ സംശയം. അപ്പോൾ ശ്രീ പ്രദീപ് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അതിന് വലിയ ഒരു തയ്യാറെടുപ്പൊക്കെ ഇന്ന് നടത്തിയിട്ടുണ്ട്. വൈകുന്നേരം വലിയൊരു പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫാമിലി ഗ്യാതറിംഗ് എല്ലാ പ്രാവശ്യം അങ്ങനെ വെക്കാറുണ്ട്. അപ്പം എന്റെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ. മിസ്റ്റർ മനു, അതായത് ഹിന്ദു എന്ന് പറഞ്ഞ് ജനിച്ചതിൽ, ഹിന്ദു ആയിപ്പോയതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവിനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി അതിനെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് ഇന്ത്യയിലെ ചില ആൾക്കാർ അതിനെ ഏറ്റെടുത്തത് വിശ്വ പരിഷത്തോ അങ്ങനെയുള്ള കുറെ സംഘടനകൾ ഏറ്റെടുത്ത് പ്രതിഷേധം പ്രകടിപ്പിച്ചു. തിരിച്ച് ഇന്ത്യക്കെതിരെ ചെയ്തതുകൊണ്ട്, ഹിന്ദുവിനെതിരെ ചെയ്തതുകൊണ്ട് അവർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചതാണ് നമ്മുടെ അജയ് കുമാർ പറഞ്ഞത്. അവർ പ്രതിഷേധിക്കാനൊക്കെ വന്നല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ കൂടെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. 2047 അതിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ചൈനയുമായി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, അന്ന് ഇന്ത്യയെ സൗത്ത് കട്ടെന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു സംഘടന രൂപം വന്നു. അതിന് ട്രെയിനിങ് ഈരാറ്റുപേട്ടയെ കൊടുത്തു. ആ സംഘടനയിൽ NIA പിടിച്ച് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. 976 പേരെയാണ് ഹിറ്റ് ലിസ്റ്റ് ഇട്ടത് അവര്. അതിന്റെ ആ തീവ്രവാദി സംഘടനയായിട്ട് അവരെ പിടിച്ചിട്ടുണ്ട്. അതിലുള്ള പല ആൾക്കാർ ഇന്ന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ അണികളാണ്. അവർ ഈ വാ തുറന്നാൽ ഇവിടെ വന്നിട്ട് പലരും പറയുന്ന വാക്കുണ്ട്, സംഘി, വിശ്വ പരിഷത്ത്, അതോ അവരൊക്കെയെന്ന്. ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും ഇത് എതിർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരി വന്നിട്ട് അവൻ ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ അവനൊരു പള്ളിയിലോ ഒരു പള്ളിയിലേക്ക് അനാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ അവനെ ഏതെങ്കിലും ഒരു ഹിന്ദു അംഗീകരിക്കുന്നുണ്ടോ? ഹിന്ദുവിനെ തള്ളി പറയുകയാണ് ചെയ്തത്. അതേസമയം മുഖ്യമന്ത്രി വിജയൻ ഇത്രയും കാലമായിട്ട് ഈ നടന്ന നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയായ നമ്മൾ തീറ്റിപ്പോറ്റി സ്വാതന്ത്ര്യം കൊടുത്ത ആ രാജ്യത്തിൽ നടന്ന ആ നരഹത്യയെ ഇതുവരെ വാ തുറന്നുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും DYFI-കാരന്മാർ വാ തുറന്നിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? അവര് 10 രൂപ രണ്ടു തരത്തിലാണല്ലോ. ഇപ്പൊ അവര് ഉയർത്തുന്ന ചില വിഷയങ്ങളിൽ BJP-കാരും വാ തുറക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഇവിടെ ഈ നാട്ടിലെ ആളുകൾ വാ തുറക്കുന്നില്ല. അപ്പൊ അവർ ഹിന്ദുക്കളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, മറ്റവർ മുസ്ലിങ്ങളുടെ കാര്യം നോക്കുന്നില്ല. അപ്പൊ തെറ്റുണ്ടോ? അല്ല, ഞാൻ ചോദിക്കണത്, ഈ വിശ്വ ഹിന്ദു പരിഷത്ത് വേറെയുള്ള സ്ഥലത്ത് അവിടെ സാധാരണക്കാരായ മനുഷ്യർ, കുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ വാ തുറക്കുന്നുണ്ടോ? അല്ല, അതൊരു മാനവികതയല്ലേ പ്രചാരണം? നോക്കണം മിസ്റ്റർ മനു, ഇത് കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ്. കാര്യം നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ വാ തുറക്കുന്നില്ലല്ലോ. ഇന്ന് DYFI-കാർ ഇതിനെതിരായിട്ട് സമരം ചെയ്യണം. അതെന്നറിയാമോ? 1000 കിലോമീറ്ററിന് 10 രൂപ കൂട്ടിയാല്. ഞാനിവിടെ ഒരു ബിൽഡിംഗ് തുടങ്ങാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ തവണ 3500 രൂപ കൊടുത്ത സ്ഥലത്ത് ഇന്ന് ഞാൻ കൊടുത്ത എത്രയെന്ന് അറിയാമോ? 17,000 രൂപയാണ്. 350 രൂപ കൊടുത്ത സ്ഥലത്ത് ഞാനിപ്പം കൊടുത്ത 17,500 രൂപ. അത്രയ്ക്കധികം കൂട്ടിയതിന് ഇവരാർക്കും സമരമില്ല. അതായത് ഇതെല്ലാം പറയണതൊന്ന്. പിന്നെ ഈ നമ്മുടെ
കാസർഗോഡ് കാണിച്ചത് ശുദ്ധ തെണ്ടിത്തനം. അങ്ങനെ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു കരോളിന്റെ പുറത്ത് ഒരു RSS കാരൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു BJP കാരൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അവനെ അടി കൊടുക്കണം. അതിനാണ് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രിയായിട്ടിരിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകണം. അല്ല, ഞാൻ അടിക്കണമെന്നല്ല പറഞ്ഞ, പോലീസ് അടിച്ചെടുത്തവനെ ജയിലിലിടണമെന്നേ, അവനെ വെളി കാണിക്കരുത്. അതേസമയം ഇന്നലെ കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചെന്താ, DYFIക്കാരന്മാർ കാണിച്ചെന്താണ്, ആ പാവപ്പെട്ട ആ സ്ത്രീകളെയും കുട്ടികളെയും കൊച്ചു കുട്ടികളെ ഇപ്പം കുറച്ചു നേരത്തെ ഒരു പ്രേക്ഷകം പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ പരിശോധിക്കുമെന്ന്. അതെന്താ, അടിച്ച് അവർ ആശുപത്രിയിലാക്കി, കണ്ടില്ലേ? അപ്പൊ അതെന്ത് ന്യായമാണ്? പിന്നെ അതേപോലെ തന്നെയാണ് ഈ വിടുവായുത്തനം മാത്രം വന്നിരുന്ന ഇവന്മാര് പറയും. സോറി, പറയുന്ന പറഞ്ഞ വേറൊന്നുമല്ല, രാജ്യസ്നേഹം എന്നൊരു സാധനം ഇല്ല ഇവർക്ക് പൊതുവെ. ഇവർക്ക് ഈ ഞാൻ ചോദിച്ചേ, ബംഗ്ലാദേശിനെ കുറിച്ച് വാ തുറന്നിട്ടുണ്ടോന്നേ? ബംഗ്ലാദേശിൽ മരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ എന്തോ ന്യൂനപക്ഷ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി എപ്പോഴും ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ് വേറെ ആളും കാത്തു നിൽക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ബേബി ജോൺ എന്നോടൊപ്പം ചേരുന്നു. അപ്പോൾ പ്രദീപിന് എല്ലാവിധ അവിടെ ആഘോഷിക്കാൻ പോകുന്ന കുടുംബങ്ങളും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അപ്പോൾ എന്നെ ഞാൻ അന്വേഷിച്ചായി അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ പ്രമോദ് നാണു എന്നോട് പറയുന്നത് ചാരമുട്ടിൽ ചെമ്പട ആഘോഷിച്ചു, മണിപ്പടയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ബേബി ജോൺ എനിക്ക് ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട്. അരുന്ധതി നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട്. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് കുറേ ദിവസത്തിന് ശേഷം വിളിക്കുന്നുണ്ട്. ശ്രീനിവാസൻ, ഹലോ, യെസ്, നമസ്കാരം. നമസ്കാരം സാർ. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മേയർ തെരഞ്ഞെടുപ്പ് നാളെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്ന് ഞാൻ ലൈവായിട്ട് ഞാൻ കണ്ടിരുന്നതാ എന്റെ വീട്ടിൽ വെച്ചിട്ട്. ഇന്ന് ക്രിസ്മസിന്റെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സ്ഥാനാർത്ഥി ഇതിനെ ഓരോ വീടുകളിൽ കയറി പോകണം. 2-3 ദിവസമായിട്ട് അവര് വണ്ടിയിലും യാത്രകളും എല്ലാം ആഘോഷിക്കുന്നു. നമ്മളും അവിടെയൊക്കെ നിന്ന് അവർക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ പോയി. ഇന്ന് വീടുകളിൽ കയറി. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിലും വരുന്നു വിചാരിച്ചു. നമ്മളൊക്കെ എല്ലാവരും ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇറങ്ങി നിന്നപ്പോ അവര് നമ്മളെ വീട്ടിലേക്ക് വന്നില്ല. ഏത് പാർട്ടിക്കാരാ വരാതിരുന്നത്? ബിജെപിക്കാർ വന്നില്ല. അതെന്താ, അങ്ങ് ഈ പരസ്യമായി BJP എതിർക്കുന്ന ഒരാളാണോ അവിടെ? അതെ, അതല്ല അതിന്റെ കാര്യം എന്ന് വെച്ചാൽ പിന്നീടാണ് മനസ്സിലായത് ക്രിസ്ത്യൻ സ്നേഹം ഇപ്പൊ വന്നിട്ടുള്ളത് അവര് ക്രിസ്ത്യാനികളാണ്. അപ്പൊ അങ്ങ് BJP വിരുദ്ധനായതുകൊണ്ട് ഇന്ന് നന്ദി പറയാൻ അങ്ങയുടെ വീട്ടിൽ വന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? നന്ദി പറയാനായിട്ട് വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് എല്ലാവർക്കും കൈ കൊടുത്തു പോയി. പക്ഷെ ക്രിസ്മസ് ആശംസകൾ നേരാൻ വന്നില്ല. പക്ഷെ ഇന്ന് പോയിട്ടുള്ള ഞങ്ങളുടെ വീടിന് നേരത്തെ 3-4 വീടുകൾ ക്രിസ്ത്യൻസുകളാ, അവരുടെ വീട്ടിൽ മാത്രം കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് നമ്മുടെ വീട്ടിലൊക്കെ വരാനൊരു ഓട്ടോ പാടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവരെ വീട്ടിൽ കയറി. അപ്പൊ അവര് നമ്മള് ഏതായാലും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അവരെ വിളിച്ച് ഈ ഏതായാലും BJPക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീനിവാസിന്റെ വീട് എവിടെയാണ് സ്ഥലം? തിരുവനന്തപുരത്ത്. നമ്മുടെ വീട് പാൽക്കുളങ്ങര. അപ്പൊ പാൽക്കുളങ്ങരയിലെ BJP പ്രവർത്തകർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീനിവാസന്റെ വീട്ടിൽ പോകാത്ത വളരെ മോശമായി. അപ്പോൾ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചില മാനവിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങയുടെ വീട്ടിലേക്ക് അവർ ഇനി വരട്ടെ എന്ന് പൊതുവേദി ആശംസിക്കുകയാണ്. അവരോട് ഇങ്ങനെ ഒന്ന് പോയേ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് ഒരു സ്ഥലത്ത് പോകുന്നു പ്രധാനമന്ത്രി, അവിടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, അവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വേറെ ഇടത്ത് അടിയാണ്, അവരുടെ ഡ്രം തല്ലി പൊട്ടിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമസ്കാരം. നമസ്കാരം. BJPയുടെ ക്രിസ്ത്യ സ്നേഹത്തെ പറ്റിയല്ലേ പറയുന്നത്? ഈ മണിപ്പൂരൊക്കെ ഇവിടെയൊക്കെ അല്ലേ സാർ ചർച്ച ചെയ്തത്? ക്രിസ്ത്യാനികളെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭാരതീയ ജനതാ പാർട്ടി? അല്ലല്ല, നിങ്ങൾ ദ്രോഹിക്കുന്നു നിങ്ങൾ പറയുന്നേ ഉള്ളൂ. അവരതല്ല പറയുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ഫേസ്ബുക്കിൽ അങ്ങനെയല്ലല്ലോ കുറിച്ച്, ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലല്ലോ കുറിച്ച്, സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ എന്നൊക്കെ പറഞ്ഞാണല്ലോ കുറിക്കുന്നത്. അല്ല, അത് ലോകത്തറിയാം, രാജ്യത്ത് അറിയാമല്ലോ സാർ. രാജ്യത്തെ ജനങ്ങൾക്കറിയാം പ്രധാനമന്ത്രിക്ക് ഒരു വിവേചനവും ഇല്ല. ഈ പ്രധാനമന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത അണികൾ ഈ പാർട്ടിയിലുണ്ടല്ലേ? ചില അണികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോ എവിടെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ പോലും എന്താ പറയുന്നത്? ആ കുട്ടികൾ കള്ളു കുടിച്ചിരുന്നു എന്നൊക്കെയാണോ അടിയും കൊടുത്തിട്ട് പറയുന്നത് കുഞ്ഞുമക്കളെ?
സാർ അങ്ങനെ ആരെങ്കിലും അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്. അതിനെതിരെ കേരള സർക്കാരാണ്. ഇവിടുത്തെ നേതാക്കൾ, നിങ്ങളുടെ BJP നേതാക്കൾ പറയണ്ടേ അങ്ങേയറ്റത്തെ തെറ്റാണ്, അവരിത് ഇന്ന ആളുകളാണ്, പിടിച്ചു കൊടുക്കണ്ടേ പോലീസിൽ? ഇത് BJP പ്രവർത്തകർ സ്വയം സേവകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്, വലിയ സന്നദ്ധ സംഘടനയുടെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു ക്രിസ്മസ് കരോൾ കുട്ടികൾ വരുമ്പോൾ അവരെ അടിക്കുന്നതൊക്കെ എന്ത് തരം വ്യക്തി നിർമ്മാണമാണ് നിങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുന്നത്? ഈ ആളുകൾ എങ്ങനെ അവരെ ഈ ഇതിലേക്ക് വരുമ്പോൾ ഇവരെ അതിനുശേഷം സംഭവിച്ചു, അത് നിങ്ങളുടെ ആളുകളല്ലെന്ന് പറയാം, പക്ഷേ അതിനുശേഷവും ന്യായീകരിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ വരികയാണ്, മദ്യപിച്ചു വരുന്നു. സാർ ഒരു ചോദ്യം ചോദിച്ചില്ല, സംഘപരിവാർ RSS സ്വയം സേവകർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അതിനർത്ഥം 925 രൂപ കൊണ്ട് പ്രസ്ഥാനം RSS. അതൊക്കെ ഞാൻ സമ്മതിച്ചു. 925 രൂപ കൊണ്ടുവന്നതിനെ കൊണ്ട് പാലക്കാട് ഒരു ചെറിയ ഗ്രാമത്തിൽ കുട്ടികൾ ബാൻഡ് കൊണ്ടുപോകുമ്പോൾ അവരെ അടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു സ്വയം സേവകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്. അങ്ങേയറ്റം തെറ്റാണെന്ന് അങ്ങ് പറയുന്നത് പോലെ അവിടുത്തെ നേതാക്കൾക്ക് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ടോ സ്വയം സേവകരാണ് ചെയ്തതെന്ന്? പിന്നെ ഈ കുഞ്ഞുമക്കളുടെ ബാൻഡ് തന്നെ കാറ്റ് വന്നപ്പോൾ പൊട്ടിപ്പോയതാണ്. എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ കുറെ പേര് ജയിലിൽ കിടക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കള്ളക്കേസ് എടുത്തതാണോ? എന്താണ് അങ്ങയുടെ നിലപാട്? ഞാൻ ഒന്ന് അറിയട്ടെ. കുറച്ചുപേര് ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ റിമാൻഡ് പ്രതികളായിട്ട്. എന്താണ് അങ്ങയുടെ നിലപാട്? അതൊന്നും മനസ്സിലാക്കാൻ വിവരമില്ലാത്തൊരു പ്രസ്ഥാനമാണ്, ഒരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ മനസ്സിലാക്കും, അവർ വേഗപൂർവ്വം അതിനെതിരായിട്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ അനുകൂലിക്കും. അതവിടെ ഇരിക്കട്ടെ. പുതുശ്ശേരിയിൽ ഈ കുട്ടികളുടെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന ഡ്രമ്മാണ്, അതിനെ തല്ലിപ്പൊട്ടിക്കുകയാണ്. ഇതാ ചിത്രം കാണാമോ? തല്ലിപ്പൊട്ടിച്ച അങ്ങയുടെ നേതാവിൻ്റെ ചിത്രമാണ് ഞാനിതാ കാണിക്കുന്നത്. തല്ലിപ്പൊട്ടിച്ച കുഞ്ഞുമക്കളുടെ അവരുടെ മുഖം കാണിക്കാൻ പറ്റില്ല, അവരെ ഡ്രം അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ചിത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് എന്ത് ന്യായമാണ്? അവരാകെ ചെയ്തൊരു തെറ്റെന്താണെന്ന് അറിയാം, ആ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് വാടകയ്ക്ക് എടുത്തെന്നാണ്. അത് കണ്ടാൽ ഉടനെ നിങ്ങൾ അടിക്കും, നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അടിക്കും എന്നതാണ് പറയുന്നത്. അതൊക്കെ എന്ത് തരം ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങയുടെ നേതാവിൻ്റെ ചിത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പറയുന്നത്, സാറ് പറഞ്ഞത് ഇപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ എതിരാളികളാണെങ്കിൽ ഞങ്ങൾ മർദ്ദിക്കും, ഞങ്ങൾ അവരെ ദ്രോഹിക്കും. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇവർ പ്രവർത്തിക്കുക അവിടെ അടി കൊടുക്കുകയാണ് പലയിടത്തു നിന്ന് കേൾക്കുന്നത്. ക്രൈസ്തവർ ഇപ്പം തന്നെ ഫാദർ സാമുവലിനെ പോലുള്ളവർ പറഞ്ഞു കേട്ടില്ലേ, വലിയ ആശങ്കയാണ്. ഞാനിപ്പോൾ നേരത്തെ ഒരു കഴിഞ്ഞ ദിവസം കാണുകയാണ്, ഒറീസയിൽ അവിടെ ജഗന്നാഥൻ്റെ മണ്ണാണ് അവിടെ ഈ പാപ്പ വയ്ക്കുന്ന തൊപ്പി വിറ്റുകൂടുന്നത്. ഇത് ഭാരതത്തിൻ്റെ എത്ര മതങ്ങൾ, എത്ര സംസ്കാരങ്ങൾ എവിടെ നിന്നൊക്കെ വന്ന് പലായനം ചെയ്ത് വന്ന് ഇവിടെ ഒരുമയോടുകൂടി ജീവിക്കുന്ന ആയിരക്കണക്കിന് ഭാഷകൾ, എത്രയോ സംസ്കാരങ്ങൾ, എത്രയോ ലിപികൾ ഉള്ളൊരു ജനത, അവർ ഇങ്ങനെ ഇത് ഒരാളുടെ ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇതൊക്കെ ശക്തമായി എതിർക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളെപ്പോലുള്ള നേതാക്കൾ ഇത് ഞങ്ങൾ ഇതിനോടൊപ്പം ഇല്ല എന്ന് ഉറക്കെ പൊതുവേദിയിലെങ്കിലും പറയാൻ തയ്യാറാണ് ശ്രീ ബാലകൃഷ്ണൻ. അങ്ങ് അല്ല സർ, അത് ഇത് 11 വർഷമായിട്ടുള്ള ഒരു അജണ്ടയാണ് സാർ. അതായത് നമ്മുടെ പ്രധാനമന്ത്രി സബ്കെ സാത്ത് സബ്കെ വികാസ്, അതിലപ്പുറം മറ്റൊന്നുമില്ല. സബ്കെ സാത്ത് സബ്കെ വികാസ്, അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയുള്ളവരാണ് ക്രിസ്ത്യൻ സമുദായം. അതിന് ഇനി ആര് ഏത് തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്താലും അത് വിജയിക്കാൻ പോകുന്നില്ല. അത് അശേഷമായി തള്ളിക്കളിയും. അവർക്കറിയാം ഇത്, അവർ വിവരമില്ലാത്തവരല്ല എന്ന് നിങ്ങൾ കരുതണ്ട. രാജ്യത്ത് നിങ്ങൾ ഒരു വിവേചനം സൃഷ്ടിച്ച് ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് ആക്കി തീർക്കാൻ കേരളത്തിൽ മുസ്ലിംസിനെ പേടിപ്പിച്ചിട്ട് ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളെ പേടിച്ചിട്ടാണല്ലോ ഈ ക്രൈസ്തവ സഭയ്ക്കെതിരെയുള്ള അക്രമങ്ങൾ കൊടുക്കുന്നത്. എവിടെ അക്രമം നടന്നാലും അത് കൊടുക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ശരി. അപ്പോൾ ഷാജി ഭാസ്കർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ് എത്ര പ്രാവശ്യം ബീഫിൻ്റെ കാര്യത്തിൽ തല്ലിക്കൊന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 2018 ഓഗസ്റ്റ് മാസം 16-ാം തീയതി അങ്ങ് റാന്നിയിൽ നിന്ന് ഒഴുക്കി കുട്ടനാട്ടിൽ മുങ്ങിയ ജനങ്ങളെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരുടെ മതം നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. ഇത് എന്തോന്ന് രാഷ്ട്രീയം കേക്കുമായി മോദി വീണ്ടും ഈ കരോൾ നാളെ പള്ളി പൊളിക്കൽ, മറ്റന്നാൾ ഇങ്ങനെ. അപ്പോൾ ജലേഷാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്. മറ്റന്നാൾ പോത്തുറച്ചി നിരോധനം, എത്ര കിട്ടിയാലും അച്ഛന്മാരും പഠിക്കില്ലെന്നാണ്. ഒരു ക്രിസ്ത്യാനിയായി എനിക്കറിയാം ഇത് UDF-ഉം LDF-നും ഇതിനു പുറകിൽ റിസൾട്ട് ദിവസം വരെ ഈ ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ പൊങ്ങാൻ കാരണം BJP ക്രിസ്ത്യാനികളിൽ ഗ്രിപ്പുണ്ടാക്കുന്നു എന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. റഷീദ് ഈരാട്ടുപേട്ട എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദേ, ഹലോ. ഈരാട്ടുപേട്ടയിൽ ക്രിസ്മസ് ആഘോഷം ഗംഭീരമായി നടക്കുന്നുണ്ടോ? കോട്ടയം ജില്ല മൊത്തത്തിൽ ആഘോഷമാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല. മനുഷ്യന് തിരിച്ചറിഞ്ഞ നാടാണ് ഈരാട്ടുപേട്ട. അതെ, കൂട്ടായ ആഘോഷം നടക്കുകയാണ് അല്ലേ? എല്ലാത്തിനും ഒരു കുഴപ്പമില്ല. ഈരാട്ടുപേട്ട എന്ന് പറയുന്ന ഒരു നന്മ പറഞ്ഞ പ്രദേശമാണ്. അതെ.
അപ്പോൾ റഷീദ് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെയായി എന്തൊക്കെ പരിപാടികൾ, വിഭവങ്ങളൊക്കെയാണ് തയ്യാറാക്കിയത്? എല്ലാത്തിനും നമ്മുടെ കമ്പനിക്കാരെല്ലാം നമ്മൾ പല ജാതിയിലും പല മതത്തിലും പെട്ട ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ. ഓ അത് ശരി. അപ്പോൾ അങ്ങനെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. വളരെയധികം സന്തോഷം. അപ്പോൾ ക്രിസ്മസ് ആയിട്ടും ലോക് ഭവൻ സ്റ്റാഫിന് അവധിയില്ല. ഓഹോ, അത് വളരെ മോശമായി. അപ്പോൾ സ്റ്റാഫിനൊക്കെ അവധി കൊടുക്കേണ്ടതാണ്. ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാർ പറയുന്ന ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണ് BJP വോട്ട് പിടിച്ചതെന്ന്. അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ ജലേഷിന് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. ഏതായാലും പക്ഷേ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളുകളെ തഴഞ്ഞ് പെട്ടെന്ന് വലിയ അധികാര പദവികളുടെ സുഖശീതള ഛായയിൽ നിന്ന് വന്ന ആളുകൾക്ക് അധികാര സ്ഥാനം കൊടുക്കുമ്പോൾ ഈ അടികൊണ്ട കേസിൽ പ്രതിയായ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അത് നിരുത്സാഹപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായൊരു നല്ല തീരുമാനമെന്നാണ് ഞാനതിനെ കാണുന്നത്. എനിക്കറിയില്ല പൊതുവെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് എന്നോടൊപ്പം ഡേവിഡ് വിജയ് പള്ളുരുത്തിൽ നിന്ന് ചേരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ക്ഷമാപണം നടത്താനുണ്ട്. ഷാജി ഭാസ്കർ എഴുതിയെന്തോ ഞാൻ തെറ്റായി വായിച്ചു എന്നാണ് ഷാജി ഭാസ്കറിൻ്റെ ഒരു അഭിപ്രായം. ഷാജി ഭാസ്കരൻ പറയുന്നത് മനു വായിച്ചതിൽ എന്തോ കുഴപ്പം പറ്റിയാണ്. ബീഫിൻ്റെ പേര് പറഞ്ഞ് തല്ലിക്കൊന്നപ്പോൾ പ്രദീപ് എത്ര പ്രാവശ്യം അപലപിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാണ്. അപ്പോൾ അത് ഞാൻ മറ്റെന്തോണ് വായിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ ശരി. അപ്പോൾ ഇപ്പോൾ കൃത്യമായല്ലോ ഷാജി. ഓക്കെ, ഷാജി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഷാജി വായിച്ചത് ഞാൻ തെറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്, ആഘോഷങ്ങളിൽ കടന്നാക്രമിക്കുകയാണ്. നേരത്തെ ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു മതപരമായ അസഹിഷ്ണുതയാണെന്ന്, ഇപ്പോൾ രാഷ്ട്രീയപരമായ അസഹിഷ്ണുതയാണെന്ന് കൂടിയുള്ള ചിത്രങ്ങൾ വരികയാണ്. പാലപ്പുഴയിൽ ഒരു ഈ സംഘർഷത്തിൻ്റെ വാർത്ത കൂടി വരുമ്പോൾ ശ്രീ ഡേവിഡ് വിജയ് എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? അല്ല, ഇവിടെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ, രാഷ്ട്രീയമാണല്ലോ. ഇപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി അത്ര വലിയൊരു പ്രൊമിനന്റ് മതമല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ തൃച്ചംബരത്ത് കണ്ടില്ല, അവിടെ CPM-ന്റെ എന്താണ് ഒരു ഉത്സവം, മറ്റവരുടെ വേറെ BJP-യുടെ ഉത്സവം, അതുപോലെ തന്നെ വിനായക ചതുർത്ഥി രണ്ടു കൂട്ടരും വെവ്വേറെ ആഘോഷിക്കുന്നു. അതിപ്പോ ഇവിടെയും വരും. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഓരോരുത്തരെ രാഷ്ട്രീയം ഏറ്റുപിടിക്കും. ഞാൻ ഓർക്കും കണ്ണൂരിൽ ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി CPM വേറെ ആഘോഷിക്കാൻ ജയരാജന്റെ നേതൃത്വത്തിൽ കൃഷ്ണവേഷം കെട്ടി കുഞ്ഞുങ്ങളെ. അതിപ്പോ നമ്മളെന്തിനാ മോശമാക്കുന്ന? ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ വേണം. രണ്ട് ശ്രീകൃഷ്ണോ അതുപോലെ രണ്ട് മറ്റതും ഒക്കെ വരും. ഒക്കെ ആയിട്ടല്ലേ രണ്ട്. അത് പിന്നെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തൊട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ എവിടെയെങ്കിലും പള്ളി വെച്ചാൽ അത് എതിർക്കുന്ന ഒരുതരം വർഗീയ മനോഭാവം അവിടെയുണ്ട്. കാരണം കേരളം ആവാൻ പറ്റില്ല, എല്ലാ സംസ്ഥാനത്തിനും ആയി വരണമെങ്കിൽ സമയമെടുക്കും. അതിന് BJP-യെ രാഷ്ട്രീയമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടോ മോഡിയെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ഇവിടെ ഇപ്പൊ എടക്കൊച്ചി കന്നങ്ങാട് ക്ഷേത്രം, ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ ആരാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ലിസ്റ്റിലെ ഒരാൾ? അലക്സാണ്ടർ ജേക്കബാണ്, മുൻ DGP. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ അതിന് തക്കവണ്ണ ഒരു മെന്റാലിറ്റി അവർക്കുണ്ട്. എത്ര അറിവുള്ള ഒരു മനുഷ്യനെ ഒരു ക്ഷേത്രത്തിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ. അതേപോലെ ഗുരു നിത്യചൈതന്യയുടെ പുസ്തകം ഞങ്ങളുടെ, എനിക്കറിയാം, അത് വായിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കാരണം മലയാളമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സർവീസിലുള്ളപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ, ഇവിടുത്തെ കൾച്ചർ വടക്കേ ഇന്ത്യയിൽ കിട്ടാൻ കുറച്ചുകൂടി സമയം എടുക്കും. അവിടുത്തെ ഇല്ലിറ്ററസി, അവരുടെ ആ പിന്നാക്കാവസ്ഥയൊക്കെയാണ് ഈ കാണിക്കുന്നത്. അത് ഇത്ര വലിയ അസഹിഷ്ണുതയും മോഡിയുടെ തലയിലേക്ക് ഇടുന്നതും സംഘപരിവാർ വന്നാൽ ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും, ഒന്നും നടക്കുകയില്ല. ചുരുക്കം പറഞ്ഞാൽ അവിടെ എപ്പോഴും എതിർപ്പുകളെ അതിജീവിച്ചിട്ട് ഈ മിഷൻ വർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാണുമ്പോ പ്രയാസമുണ്ട് ചില സ്ഥലങ്ങളിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത്. അത് ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി കൂടി ചേരുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ മതത്തിൽ ഇങ്ങനെ രാഷ്ട്രീയം കലർത്തുന്നു എന്ന ആരോപണമാണ് വരുന്നത്. അപ്പോൾ ഇത് ശ്രീ കൃഷ്ണൻകുട്ടി ഇടതുപക്ഷക്കാരനാണ്, നിങ്ങളും ആളുകളെ അടിക്കുകയാണല്ലോ കൃഷ്ണൻകുട്ടി, എന്താണ് ഇതിങ്ങനെ ചെയ്യുന്നത്? നമസ്കാരം. നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ വരട്ടെ. അന്നേരം ഹാപ്പി ന്യൂ ഇയർ അതിനു മുമ്പ് വിളിക്കും, അതുകൊണ്ട് അന്നേരം ഹാപ്പി ന്യൂ ഇയർ പറയുന്നുള്ളൂ. ശരി. ക്രിസ്മസ് ആഘോഷിച്ചോ? ക്രിസ്മസ് ഞാൻ നിങ്ങൾക്കൊപ്പം ഈ ജോലി ചെയ്യുന്നതാണ് സന്തോഷം. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ കേക്കൊക്കെ മുറിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ ഈ ഇതിൽ നിന്നൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ഒരല്പം മാറി നിന്നെങ്കിലും മനസ്സുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഞാനും കേക്കൊക്കെ കഴിച്ചു, എനിക്ക് ഷുഗറൊക്കെ ഉണ്ട്. ഷുഗറുണ്ടോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ പൊതുവേദി പ്രേക്ഷകരിൽ ചിലർക്കും ഷുഗർ ഉണ്ട് അല്ലേ? നമ്മളെല്ലാം മധുരമുള്ള ആൾക്കാരാണല്ലോ. അതെ, അതാ, അത് ശരിയാണ്. എനിക്ക് 20 കൊല്ലമായി. അതെ. പക്ഷെ എനിക്ക് 2 മാസമേ ആയുള്ളൂ. 2 മാസം ആയില്ല, 1 മാസമേ ആയുള്ളൂ ഇത് അറിഞ്ഞിട്ട്. ശരി ശരി.
എനിക്ക് അടുത്ത കാലം വരെ ഞാൻ ടാബ്ലറ്റ് ആയിരുന്നു. ഇപ്പം ഇൻസുലിനേറ്റ് മാറാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇൻസുലിനാ ഇപ്പൊ. അത് ശരി. ആ അതിലും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ക്രിസ്ത്യൻ കുടുംബമാണുള്ളത്. അപ്പൊ ഞങ്ങളിങ്ങനെ പരസ്പരം വളരെ സഹകരണത്തോടെ കഴിയുന്ന വീട്ടുകാരാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെയായിരുന്നു. കഴിച്ചിട്ട് ഞാനിപ്പം അവിടെ ഇരുന്ന് തന്നെ അവിടുത്തെ ടി വി ഓൺ ചെയ്തപ്പോ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ തിരിച്ച് വീട്ടിലെത്തി. അവിടെ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അങ്ങനെ ഞാനും എന്റെ കുടുംബവും അവരുടെ കൂടെ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഓണവും ക്രിസ്മസും അല്ലെങ്കിൽ എല്ലാ പെരുന്നാളും ഒക്കെ നമ്മളിങ്ങനെ മനുഷ്യരെ പോലെ ആഘോഷിക്കുമ്പോ അതിനിടയ്ക്ക് വന്ന് വീഴുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കഷ്ടമാണ് കാര്യങ്ങള്. ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും നന്നാകുമെന്ന് വിചാരിക്കുന്നതല്ലാതെ വിചാരം മാത്രം. അതിനിടയിൽ നമ്മുടെ വി രാജേഷ് മാധ്യമങ്ങളോട് ആശാനാഥും സംസാരിക്കുന്നതിൻ്റെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകുന്നത്. കൃഷ്ണൻകുട്ടിയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. യെസ്, അപ്പോൾ ഏറ്റവും ഒടുവിൽ BJP അവരുടെ സ്ഥാനാർത്ഥികളാരെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 2 പതിറ്റാണ്ട് തിരുവനന്തപുരത്തിലെ BJPയുടെ മുഖമായ VV രാജേഷ് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ ആദ്യ BJP മേയറാവുക. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി പരിഷത്ത് രാഷ്ട്രീയത്തിലൂടെ വന്ന് യുവമോർച്ച രാഷ്ട്രീയത്തിലൂടെ ശ്രദ്ധേയനായി പിന്നീട് BJPയിലെത്തിയ VV രാജേഷാണ് BJPയുടെ മുഖമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥിനെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി GS ആശാനാഥിനെയും പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സന്തോഷ പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. VV അരുൺ അവിടെ സുസ്മേരവദനായി നിൽപ്പുണ്ട്. ആ സന്തോഷത്തിൽ അരുണും പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ യെസ്, അതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഒക്കെ നമുക്ക് അല്പനിമിഷങ്ങൾക്കകം വരും. ഏതായാലും കരുണയുടെയും ത്യാഗത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസ് ലോകത്തിന് നൽകുന്നത്. ഈ തിരുനാൾ മനുഷ്യർക്കിടയിൽ സാഹോദര്യം പങ്കുവെക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. മതഭേദമന്യേ ജാതിഭേദമന്യേ എല്ലാവരും ഐക്യത്തിലേക്കും മനുഷ്യ സ്നേഹത്തിലേക്കും ചെന്നെത്തുന്ന ആഘോഷത്തിൻ്റെ ദിനമാണ് ക്രിസ്മസ്. മാറ്റി നിർത്തണം ക്രിസ്മസിൽ നിന്ന് രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ. അന്ധകാരത്തെ അകറ്റുന്ന പ്രതീക്ഷയുടെ വെളിച്ചമായി നന്മയും മാനവികതയും സമൂഹത്തിൽ ശക്തിപ്പെടുത്തുന്ന ദിനമായി നിലകൊള്ളട്ടെ നമുക്കിടയിൽ ക്രിസ്മസ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.